ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ യൂസർ ഇൻപുട്ട് ചെയ്തു കൊടുക്കുന്ന ഡാറ്റ എങ്ങനെയാണ് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസർ കീബോർഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്തു കൊടുക്കുന്ന ഡാറ്റ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്നും ആ റീഡ് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് ഒരു അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നതും എന്നുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റ, യൂസർ ഇൻപുട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ട്രിംഗ് ഡാറ്റയെ എങ്ങനെ കൺവീനിയന്റ് ആയിട്ട്, അതായത് ഈസി ആയിട്ട് ഒരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്ട്രിംഗ് ഡാറ്റ എന്ന സംഭവം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ അതിനെ സ്ട്രിംഗ് എന്ന് പറയും. വേർഡ്സ് എന്നോ അല്ലെങ്കിൽ സെന്റൻസസോ ഒക്കെ നമുക്ക് സ്ട്രിംഗ് ഡാറ്റ ആയിട്ട് പറയാം. ഇങ്ങനെ വേർഡ്സിനെയോ അല്ലെങ്കിൽ സെന്റൻസസിനെയോ ഒരുമിച്ച് ഒരു ക്യാരക്ടർ അറേയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് സ്ട്രിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഞാനിവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ മെയിൻ സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്സ്, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ്. ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഈ സാമ്പിൾ സ്റ്റേറ്റ്മെന്റ്സിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അതിന്റെ സാമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ സി എന്ന പേരുള്ള ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ സൈസ് 4 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൽ ഈ നാല് ക്യാരക്ടേഴ്സ്, അപ് ടു 4 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതായത് നൾ ക്യാരക്ടർ കഴിഞ്ഞ് ബാക്കി 3 ക്യാരക്ടേഴ്സിന്റെ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളിവിടെ മൂന്നാമത്തെ എലമെന്റ്, അതായത് ഇൻഡെക്സ് നമ്പർ 2 എന്ന് പറയുന്ന എലമെന്റിലോട്ട് നമ്മൾ ഒരു ക്യാരക്ടർ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം സി എന്നൊരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ സൈസ് 4 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് യൂസറിനോട് ചോദിക്കുന്നു, എൻ്റർ എ ക്യാരക്ടർ എന്ന് യൂസറിനോട് ചോദിക്കുന്നു. അപ്പൊ യൂസർ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കീബോർഡിൽ എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ %c എന്ന് കൊടുത്തിരിക്കുന്നത്. കീബോർഡ് ഒരു എൻ്റർ ചെയ്യുന്നത് ഇൻറ്റീജർ ആയിട്ടോ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂ ആയിട്ടോ ആയിരിക്കത്തില്ല അക്സെപ്റ്റ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടറെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം %c എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്ന. ആ അക്സെപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടറിനെ ഈ ഇൻഡെക്സ് നമ്പർ 2 എന്ന് പറയുന്ന എലമെന്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇൻഡെക്സ് എലമെന്റ് 2, അതായത് മൂന്നാമത്തെ എലമെന്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദ എൻഡേഡ് ക്യാരക്ടർ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. ദ എൻഡേഡ് ക്യാരക്ടർ ഈസ് എന്ന് കൊടുത്തിട്ട് ആ വാല്യൂ ഇവിടെ %c എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്യാരക്ടർ ഡാറ്റയാണ് ഈ %c എന്ന് പറഞ്ഞ ടേമിന്റെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് ഏത് ടേം ആണെന്ന് കാണിക്കാനായിട്ട് ആ എലമെന്റിനെ കോമ ഇട്ടിട്ട് കോഡ്സ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് ആ അറേ എലമെന്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് 2 എന്ന ഇൻഡെക്സ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത ആ ഡാറ്റ ആയിരിക്കും, ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഡാറ്റ ഈ 2 എന്ന ഇൻഡെക്സ് നമ്പറിലുള്ള എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യും. ആ എലമെന്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇവിടെ ഞാൻ %c ആണ് ഉപയോഗിച്ചത്, ഇവിടെയും %c ആണ് ഉപയോഗിച്ചത്. അപ്പം %c ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ നമുക്കിവിടെ റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇങ്ങനെ ഓരോ ക്യാരക്ടർ ആയിട്ട് ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം നമുക്കൊരു സ്ട്രിംഗ് ഡാറ്റയെ, അതായത് ഒരുമിച്ച് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ സാമ്പിൾ ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ സൈസ് 20 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അതായത് നൾ ക്യാരക്ടർ കഴിഞ്ഞ് ബാക്കി 19 ക്യാരക്ടേഴ്സ് എനിക്ക് ഈ നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു യൂസറിന്റെ നെയിം സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ ആയിട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അറേ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് യൂസറിനോട് ചോദിക്കും, എൻ്റർ ദി നെയിം എന്ന് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തു. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എൻ്റർ യുവർ നെയിം എന്നായിരിക്കും കാണിക്കുന്നത്. ഇതുപോലെ എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കും. ആ സമയത്ത് യൂസർ കീബോർഡ് വഴി
അയാളുടെ പേര് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം പേരായതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യും, എന്നിട്ടായിരിക്കും എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൈലാസ് എന്ന വാക്ക് എന്ന പേരാണ് ടൈപ്പ് ചെയ്തത്, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഈ വേർഡ് ഇതുപോലെ തന്നെ, അതായത് ഈ സ്ട്രിങ് അതുപോലെ തന്നെ ഈ ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ആവണം. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഞാൻ സ്കാൻഎഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഡബിൾ കോഴ്സിന്റെ അകത്ത് %s എന്നാണ് മെൻഷൻ ചെയ്തത്. ഈ എസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രിങ് എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ %c ആണ് മെൻഷൻ ചെയ്യേണ്ടത്. %c ആണെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതേസമയം ഇവിടെ %s എന്നാണ് മെൻഷൻ ചെയ്തത്. അതായത് ഒരു സ്ട്രിങ്ങിനെ തന്നെ, അതായത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ, അതുകൊണ്ടാണ് %s കൊടുത്തത്. എന്നിട്ട് കോമ ഇട്ടിട്ട് ഏത് അറയിലോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ അറയുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ആൻഡ് എഴുതി അറയുടെ പേര് എഴുതിയിട്ട് എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഇൻഡെക്സ് നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തു. അങ്ങനെയാണ് ഈ സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കൊടുത്ത സിൻടാക്സിന്റെ രീതി. പക്ഷെ ഇവിടെ അറയുടെ നെയിം മാത്രമേ, അറയുടെ പേര് എന്താണ്, ഇവിടെ നെയിം എന്നാണ് അറേ നെയിം, ഈ അറയുടെ പേര് മാത്രമേ ഞാനിവിടെ മെൻഷൻ ചെയ്തോളൂ. ആൻഡ് എന്ന സിമ്പിളും കൊടുത്തിട്ടില്ല, ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ഇൻഡെക്സ് നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സംഭവം ഈ അറയിലോട്ട് മൊത്തമായിട്ടാണ് ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നത്, ഏതെങ്കിലും പർട്ടിക്കുലർ എലമെന്റ് ആയിട്ടല്ല. ആ അറേ, ഈ 20 സൈസുള്ള അറയിലോട്ടാണ് ഒരുമിച്ച് അങ്ങ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ് എന്ന സിമ്പിളും ആവശ്യമില്ല, ബ്രാക്കറ്റും ആവശ്യമില്ല, ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ ഏതാണെന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ അറേ നെയിം മാത്രം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു സ്ട്രിങ്ങിനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടെങ്കിൽ %s എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. എന്നിട്ട് അറേ നെയിം കോമ ഇട്ടിട്ട് അറേ നെയിം മാത്രം അങ്ങ് മെൻഷൻ ചെയ്താൽ മതി. ബ്രാക്കറ്റും വേണ്ട, ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻഡെക്സ് നമ്പറും വേണ്ട. അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ സ്ട്രിങ് തന്നെ, അതായത് ആ വാക്ക് തന്നെ ഒരുമിച്ച്, ആ വേർഡ് തന്നെ ഒരുമിച്ച് ആ അറയിലോട്ട്, പർട്ടിക്കുലർ അറയിലോട്ട് അങ്ങ് സ്റ്റോർ ആവും. എന്നിട്ട് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ് ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു രീതി ഉപയോഗിക്കാം. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ %s എന്നാണ് മെൻഷൻ ചെയ്തത്. ഇവിടെ %c അല്ല, ഇവിടെ ഞാൻ %c ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ സ്ട്രിങ് ഡാറ്റ ആയതുകൊണ്ട് %s ആണ് മെൻഷൻ ചെയ്യേണ്ടത്. %s എന്ന് മെൻഷൻ ചെയ്യുമ്പം ആ പർട്ടിക്കുലർ അറയിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും, ആ സ്ട്രിങ് ഡാറ്റ മുഴുവനുമായിട്ട് ഈ %s എന്ന് പറയുന്ന ടേമിന്റെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് കൈലാസ്, അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത ആ സ്ട്രിങ് ഡാറ്റ തന്നെ അതുപോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തു. ആ സ്ട്രിങ് ഡാറ്റ മുഴുവൻ കാണിക്കാൻ, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് %s എന്ന് കൊടുത്തത്. എന്നിട്ട് കോമ ഇട്ടിട്ട് അറേ പേരെന്താണെന്ന് അറേ നെയിമും കൂടെ മെൻഷൻ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ അറേ നെയിം എഴുതിയിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇടുകയും അതിൻ്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ മെൻഷൻ ചെയ്തു. പക്ഷേ ഇവിടെ അറേ നെയിം മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ, കൂടെ ബ്രാക്കറ്റ് മെൻഷൻ ചെയ്തില്ല, എലമെന്റ് ഏതെന്ന് മെൻഷൻ ചെയ്തില്ല. കാരണം നമുക്ക് വേണ്ടത് ആ അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് മുഴുവനാണ് ഈ %s എന്ന് പറയുന്ന ടേമിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് അറേ നെയിം മാത്രം നമ്മളിവിടെ മെൻഷൻ ചെയ്താൽ മതി, ബ്രാക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് അറയിലോട്ട് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്ട്രിങ് ഡാറ്റയെ, അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് റീഡ് ചെയ്യുന്നത്, അതിനെ ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഈ ശ്രദ്ധിക്കുക, ഇത് ക്യാരക്ടർ അറയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇൻറ്റീജർ അറയോ അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറയിലൊന്നും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ക്യാരക്ടർ അറയിൽ മാത്രമാണ് ഈ സ്ട്രിങ് എന്ന സംഭവം ഉള്ളത്. പക്ഷേ ഈ ഒരു മെത്തേഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സാധാരണ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സ്ട്രിങ് ഡാറ്റയെ അറയിലോട്ട് സ്റ്റോർ ചെയ്യാറില്ല. കാരണം ഒരുപാട് വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഒരു ലിമിറ്റേഷൻ ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. സപ്പോസ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ യൂസർ അയാളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പേര് ഞാൻ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്തത്, കൈലാസ് ശ്രീചന്ദ്രൻ എന്നിങ്ങനെ 3 വേർഡ്സ് ആയിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ 3 വേർഡ്സ് ആയി ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിൽ ആദ്യത്തെ വേർഡ് മാത്രമേ സ്റ്റോർ ആവുകയുള്ളൂ. അതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ആദ്യത്തെ വേർഡ് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് പ്രസ് ചെയ്യുന്നു. ഈ സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ കമ്പൈലർ വിചാരിക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ അവിടെ ടെർമിനേറ്റ് ആയി എന്നാണ് കമ്പൈലറിനുള്ള മെസ്സേജ് പോകുന്നത്. അതായത് സ്പേസ് പ്രസ് ചെയ്തിട്ട് ബാക്കി എൻ്റർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒന്നും റീഡ് ആവത്തില്ല, അതെല്ലാം ഇഗ്നോർ ചെയ്യും. ആക്ച്വലി ഇഗ്നോർ ചെയ്യുകയല്ല, ഈ പ്രോഗ്രാമിൽ വേറെ ഏതെങ്കിലും അറേയുടെ ക്യാരക്ടർ അറേ ഡാറ്റ ഇൻപുട്ട് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിന്റെ ഇൻപുട്ടായിട്ടായിരിക്കും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സ്റ്റോർ ആവുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അറയിലോട്ട് ആദ്യത്തെ വേർഡ് മാത്രമേ സ്റ്റോർ ആവുകയുള്ളൂ. അത് കഴിഞ്ഞ് എപ്പോൾ സ്പേസ് പ്രസ് ചെയ്യുന്നു അവിടെ വെച്ച് ആ ഇൻപുട്ട് അങ്ങ് ടെർമിനേറ്റ് ആവും.
ബാക്കിയുള്ളതെല്ലാം ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 3 വേർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും 2 വേർഡ്സ് ടൈപ്പ് ചെയ്താലും ആദ്യത്തെ വേർഡ് മാത്രമേ ഈ അറേയിലോട്ട് സ്റ്റോർ ആവുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, സ്കാൻഎഫ് ഉപയോഗിച്ച് സ്ട്രിംഗ് ഡാറ്റയെ അറേയിലോട്ട്, ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ എവിടെയാണോ സ്പേസ് വരുന്നത് അവിടെ വച്ച് ആ ഇൻപുട്ട് അങ്ങ് കട്ടാവും. ആ സ്പേസ് വരുന്നത് വരെയുള്ള ക്യാരക്ടേഴ്സ്, ആ സ്ട്രിംഗ് ഡാറ്റ മാത്രമേ, അതായത് ഒരു വേർഡ് മാത്രമേ, എന്ന് സിമ്പിൾ ആയിട്ട് പറയാം, ഒരു വേർഡ് മാത്രമേ നമുക്ക് ആ ക്യാരക്ടർ അറേയിലോട്ട് ഈ സ്കാൻഎഫ് എന്ന സംഭവം ഉപയോഗിച്ച്, ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവത്തിനെ നമുക്ക് ചെറിയൊരു കുറുക്കുവഴിയിലൂടെ, ഒരു ട്രിക്കിലൂടെ നമുക്ക് വേണമെങ്കിൽ ഓവർകം ചെയ്യാം. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് ഈ 3 വേർഡ്സും കൂടെ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിന് ഞാനിവിടെ ചെയ്യേണ്ടത്, എന്നിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ 3 ക്യാരക്ടർ അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. നെയിം 1, നെയിം 2, നെയിം 3 എന്നീ പേരുള്ള 3 ക്യാരക്ടർ അറേ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. 3നും 20 എന്ന സൈസ് തന്നെയാണ് സെറ്റ് ചെയ്തത്. എന്നിട്ട് യൂസറിനോട് എൻ്റർ ചെയ്യാൻ നെയിം എന്ന് ചോദിക്കുന്നു. യൂസർ സപ്പോസ് 3 വേർഡ്സ് ആണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ 3% ഇവിടെ മെൻഷൻ ചെയ്യാം. ഡബിൾ കോഴ്സിൻ്റെ അകത്ത് 3%, അതായത് 3 സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യാം, റീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ 3% മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് കോമ കൊടുത്തിട്ട് ആ അറേ നെയിമും ഇവിടെ മെൻഷൻ ചെയ്യാം. അതേ ഓർഡറിൽ തന്നെ അറേ നെയിമും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എൻ്റർ ചെയ്യുന്ന 3 വാക്കുകളായി, 3 വേർഡ്സ് ആയിട്ടാണ് ആ സ്ട്രിങ്ങിനെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ഈ ഓരോ വേർഡ്സും ഓരോ അറേയിലോട്ട് ഓരോ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ആയിക്കണം, ഇതേ ഓർഡറിൽ തന്നെ. അങ്ങനെ 3 ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ആവുന്നു. എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. പ്രിന്റ് എഫ് എന്ന് എഴുതി ഡബിൾ കോട്സിൻ്റെ അകത്ത് യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് 3% മെൻഷൻ ചെയ്യുന്നു. ഈ പെർസെൻറ്റേജസ് എന്ന് പറയുന്ന ടേമിന്റെ അവിടെ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ആ ക്യാരക്ടർ അറേയുടെ പേര് നമ്മൾ അതേ ഓർഡറിൽ തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അപ്പം എന്താ ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ സാധിക്കും. പക്ഷേ ഇതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. കാരണം സപ്പോസ് ഇപ്പം യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ 2 വേർഡ്സ് ആണെങ്കിൽ കൈലാസ് എന്നും ശ്രീ എന്നും മാത്രമേ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഈ ഒരു രീതി വർക്ക് ആവത്തില്ല. കാരണം 3ാമത്തെ ഒരു വേർഡും കൂടെ കിട്ടിയാൽ മാത്രമേ ഈ ഇൻപുട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പം 3 വാക്കുള്ള പേര് മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. 2 വാക്കുള്ള പേരാണെങ്കിൽ 2 ക്യാരക്ടർ അറേ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 3ാമത്തതും കൂടെ വെച്ചാൽ ഈ പ്രോഗ്രാം നേരെ വർക്ക് ആവത്തില്ല. അപ്പം അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയത്തില്ല ഒരാളുടെ പേര് 2 ലെറ്റർ 2 വാക്കാണോ 3 വാക്കാണോ, പ്രോഗ്രാമർക്ക് തന്നെ അറിയാനൊക്കത്തില്ല. അപ്പം അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതി ശരിയായ ഒരു മെത്തേഡ് അല്ല. ഇതൊരു ട്രിക്കായിട്ട് യൂസ് ചെയ്യാം എന്നല്ലാതെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്ട്രിംഗ് ഡാറ്റയാണ്, അതായത് ഒരു വേർഡിനെ തന്നെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ തന്നെ ഈ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അറേയിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ സാധാരണ ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല യൂസ് ചെയ്യുന്നത്. അതിന് ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും ഈ സ്ട്രിംഗ് ഡാറ്റയെ ഒരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ സ്കാൻഎഫ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വേർഡ് മാത്രമേ നമുക്ക് ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൾട്ടിപ്പിൾ വേർഡ്സ് വരികയാണെങ്കിൽ, മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിംഗ് ഡാറ്റയാണ് ഈ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഗെറ്റ്സ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.